യുവാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ സെലക്ട് ചെയ്യാറ്. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ന്യൂ ബോൺസ് അവർ ഹോസ്പിറ്റലിൽ വീട്ടിലെത്തുമ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങി വെക്കേണ്ടതാണ് ബേബി ഡ്രസ്സ്. എപ്പോഴും നല്ല കോട്ടൺ ക്ലോത്ത്സ് വാങ്ങുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല ഇട്ട് കൊടുക്കാൻ എളുപ്പമുള്ള ഡ്രസ്സുകളായിരിക്കും നല്ലത്. അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ടൈ ചെയ്ത് കൊടുത്താൽ മതി. മാത്രമല്ല ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. അതുകൊണ്ട് ബേബീസിന് അലർജി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അത് കഴുകി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ വാങ്ങി വെക്കേണ്ട ഒരു സാധനമാണ് ക്വിക്ക് ഡ്രൈ ഷീറ്റ്സ്. ക്വിക്ക് ഡ്രൈ ഷീറ്റ്സിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ കോട്ടഡ് ആയിട്ടുള്ള ഒരു ലെയറാണ്. ഇത് വെള്ളത്തിന് അടിയിലേക്ക് കടത്തി വിടുന്നില്ല. ഇതാണ് മുൾഭാഗം. അപ്പം നമ്മൾ ബേബീനെ ഇതിൽ കിടത്തി കഴിഞ്ഞാൽ അഥവാ അവർ പീ ചെയ്താലും ഇതിൻ്റെ അടിയിലത്തെ ലെയറിലേക്ക് പോകുന്നില്ല. ക്വിക്ക് ഡ്രൈ ഷീറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നേരത്തെ നമ്മൾ കണ്ടുപോലെ ഇങ്ങനത്തെ ക്വിക്ക് ഡ്രൈ ഷീറ്റ്സ് ആണ്. അതല്ലാതെ നമ്മൾക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ക്വിക്ക് ഡ്രൈ ഷീറ്റ്സ് അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഇതിപ്പം മുകളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബേബീസിനെ കിടത്താൻ കഴിയും. മാത്രമല്ല ഇതിൻ്റെ അടിഭാഗം ഇങ്ങനത്തെ ഷീറ്റാണ്. അപ്പം ഇത് നമ്മൾ ബെഡിലൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ ബേബി ഇതിൽ കിടക്കുമ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് വെള്ളത്തിനെ പാസ് ചെയ്യുന്നില്ല. അപ്പം 2 ടൈപ്പ് ക്വിക്ക് ഡ്രൈ ഷീറ്റ്സ് ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ 2ഉം വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇത് നൈറ്റിലൊക്കെ യൂസ് ചെയ്യാം, മറ്റേത് മോർണിംഗിൽ യൂസ് ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് ക്ലോത്ത് ഡയപ്പേഴ്സ് ആണ്. ക്ലോത്ത് ഡയപ്പേഴ്സ് എപ്പോഴും നമ്മൾക്ക് യൂസ്ഫുൾ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഡയപ്പേഴ്സൊക്കെ കുട്ടികൾക്ക് റാഷസ് അലർജി ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പം അങ്ങനെ ഉള്ളത് ന്യൂ ബോൺസിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിൻ സോഫ്റ്റ് അല്ലേ, അപ്പോൾ റാഷസ് ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്ലോത്ത് ഡയപ്പേഴ്സ് വാങ്ങി വയ്ക്കുന്നത് നന്നായിരിക്കും. ക്ലോത്ത് ഡയപ്പേഴ്സ് പല ടൈപ്പും അവൈലബിൾ ആണ്. ഇതൊരു ടൈപ്പാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് ഉള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇൻസേർട്സ് വാങ്ങാൻ കിട്ടും. ഈ ഇൻസേർട്സ് ഇതിന് ഇവിടെ ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കാനുള്ളൊരിതുണ്ട്. അതിപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് ഇതിൽ ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കുട്ടി ഒരു പ്രാവശ്യം പീ ചെയ്ത് കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് ഇത് മാറ്റാം. ഇത് നമ്മൾ മാറ്റി അടുത്തത് വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും അത് ഒടിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ ഉള്ളതാണ് ഒരു ടൈപ്പ്. ഇതൊരു ടൈപ്പാണ്. അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പോക്കറ്റ് ടൈപ്പ് ഡയപ്പേഴ്സാണ്. ഇത് കുറച്ചും കൂടി എഫക്റ്റീവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലെയർ കണ്ടോ, ഈ ലെയർ നന്നായിട്ട് വാട്ടർ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനത്തെ ഇൻസേർട്സ് ആണ് വാങ്ങാൻ കിട്ടുക. ഫൈബേർഡ് ആയിട്ടുള്ള ഇൻസേർട്സ് ആണിത്. അപ്പോൾ ഈ ഇൻസേർട്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ആ ഇൻസേർട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അഥവാ കുട്ടി പീ ചെയ്താൽ ഇത് അബ്സോർബ് ചെയ്തോളും. ഇതിൻ്റെ പുറത്തേക്ക് വരുന്നില്ല. ഇത് കാണാനും നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ നമ്മൾക്ക് പുറത്തേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നൈറ്റിലൊക്കെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടീൻ്റെ സൈസ് അനുസരിച്ച് ന്യൂ ബോൺ സൈസ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് അനുസരിച്ച് ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. മാത്രമല്ല ഇങ്ങനെയുള്ള ലെങ്ത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇതൊന്നും കൂടെ ചെറുതായി. അപ്പം ഏതാണോ നിങ്ങളുടെ കുട്ടികളുടെ സൈസ് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇത് രണ്ടാമത്തെ ഒരു ടൈപ്പ്. ഇനി വരുന്നത് ഇങ്ങനത്തെയാണ്. ഇത് വളരെ ലോക്കലായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പുറമെ ഒരു സോഫ്റ്റ് പ്ലാസ്റ്റിക്കും ഉള്ളിൽ ഇങ്ങനെ ഒരു ലെയേർഡായിട്ട് വരുന്നത്. ഇതിൽ കണ്ടോ ഇങ്ങനെ 2 ബാർസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻസേർട്സ് വാങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതവിടെ നിന്നോളും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ക്ലോസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെ ഒരു ക്ലോത്ത്, ഈ ക്ലോത്തിന്റെ വക്ക് നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. നന്നായിട്ട് വക്ക് അടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അലക്കി ഉപയോഗിക്കാനൊക്കെ എളുപ്പത്തിനാണ്. മാത്രമല്ല കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ 4 ഭാഗം മടക്കാം. ഇങ്ങനെ മടക്കിയിട്ട് കണ്ടോ
ഇങ്ങനെ മടക്കിയിട്ട് ഇതിനൊരു ഇൻസേർട്ട് പോലെ ആക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഉടുപ്പിക്കുമ്പോൾ അവർക്ക് നല്ല കംഫർട്ടായിട്ട് ഇരുന്നോളും. മാത്രമല്ല ഇതിൽ പുറമേ ജെല്ലിൻ്റെ എഫക്റ്റ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അലർജി ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ന്യൂ ബോൺസ് ആവുമ്പോൾ ഒരുപാട് മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് നിന്നോളും. ആവശ്യം പോലെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ക്ലോത്ത് മാറ്റി കൊടുത്താൽ മാത്രം മതി. നെക്സ്റ്റ് വൺ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഡയപ്പേഴ്സ് ആണ്. ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് നമുക്കറിയാം, യാത്രയിലൊക്കെ നമ്മൾക്ക് എപ്പോഴും ഉപകാരം ഡിസ്പോസിബിൾ ടൈപ്പ് ഡയപ്പേഴ്സ് ആണ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കണം, 2 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യരുത്. 2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ മാറ്റി കൊടുക്കണം അവർക്ക്. അഥവാ അവർ പീ ചെയ്തിട്ടില്ലെങ്കിലും അത് മാറ്റി കൊടുക്കേണ്ടതാണ്. അപ്പം ഇങ്ങനത്തെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ സൈസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ന്യൂ ബോൺ, സ്മോൾ, മീഡിയം അങ്ങനെയുള്ള സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ന്യൂ ബോൺ ബേബീസിന് ന്യൂ ബോൺ തന്നെ സെലക്ട് ചെയ്യുക. റാഷസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ റാഷസ് ക്രീംസ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ബേബി വൈപ്സ് ആണ്. വൈപ്സ് നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ പോകുമ്പം പെട്ടെന്ന് നമ്മൾക്ക് വെള്ളം ഉപയോഗിച്ച് അവരിങ്ങനെ തുടച്ചു കൊടുക്കാനോ കഴുകി കൊടുക്കാനോ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം വൈപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഹിമാലയൻ്റെ വൈപ്സ് ആണ് കാണിക്കുന്നത്. ഹിമാലയ ഒരുവിധം നല്ല ബ്രാൻഡ് ആയതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഷീറ്റ്സ് ആയിട്ടാണ് ഇതിലുണ്ടാവുക. വാട്ടർ വൈപ്സ് ആണ് ഏറ്റവും നല്ലത്. അപ്പം ഇങ്ങനത്തെ ഷീറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. തുടച്ചു കൊടുക്കാനൊക്കെ ഈസിയാണ്. മാത്രമല്ല അവർ പീ ചെയ്ത് കഴിഞ്ഞാൽ അവരെപ്പോഴും കൊണ്ടുപോയി കഴുകിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾക്ക് ഈ വൈപ്സ് യൂസ് ചെയ്തിട്ട് അവരെ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ പുറത്തൊക്കെ പോയി വന്നാൽ പെട്ടെന്നൊന്ന് ഈ വൈപ്സ് വെച്ചിട്ട് തുടച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അടുത്തതായിട്ട് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഷീറ്റ്സ് വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾക്ക് കുളിപ്പിക്കാൻ ഉള്ള പ്രായമാകുമ്പോൾ, അതായത് ഒരു 5 days കഴിഞ്ഞിട്ട് എന്തായാലും ബേബീസിനെ നമ്മൾ കുളിപ്പിക്കുള്ളൂ. 5 to 7 days കഴിഞ്ഞിട്ടേ കുളിപ്പിക്കുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ കുട്ടികളെ എണ്ണ തേപ്പിച്ച് കുറച്ച് നേരം നമ്മൾ കിടത്തും. ഓയിൽ മസാജിങ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കുളിപ്പിക്കാറ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ്സ് നല്ലതാണ്. കാരണം പ്ലാസ്റ്റിക് ഷീറ്റ് ആകുമ്പോൾ കുട്ടീൻ്റെ മേലിലുള്ള എണ്ണ നമ്മൾ വേറെ ഏതെങ്കിലും ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ പറ്റി പിടിക്കും. അപ്പോൾ ഇതാവുമ്പോൾ കുട്ടീൻ്റെ മേലിലുള്ള എണ്ണ അവരുടെ ശരീരത്തിൽ തന്നെ നിന്നോളും. കുറച്ചൊക്കെ ഇതിൽ സ്പ്രെഡ് ആവുള്ളൂ. മാത്രമല്ല ഒരുപാടായിട്ട് അബ്സോർബ് ചെയ്ത് പോവില്ല. അപ്പോൾ ഒരുപാട് നേരം നമുക്ക് ന്യൂ ബോൺസിനെ ഇങ്ങനെ ഓയിൽ മസാജ് ചെയ്തിട്ട് കിടത്താൻ കഴിയില്ല. അവർ പെട്ടെന്ന് കരയാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് കുളിപ്പിക്കേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കുറച്ച് നേരം ഓയിൽ തേച്ചിട്ട് പിടിപ്പിക്കാൻ കഴിയുന്നതാണ്. ഇത് ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഹെൽപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളാകുമ്പം അവർക്ക് ചൂടിൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും. അതായത് അവർക്ക് എപ്പോഴും നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് ഇഷ്ടം ഉണ്ടാവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.